നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ പടിയിറങ്ങേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആ വാക്കുകൾ സത്യമാകാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. കാരണം അത്രയേറെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത്. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വിദ്യാർത്ഥി സംഘടനയിലെ കുട്ടി നേതാക്കൾ പ്രതിഷേധിക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചും, എന്നാൽ പ്രതിപക്ഷത്തുള്ള സംഘടനയിലെ നേതാക്കൾ അല്ലെങ്കിൽ അതിലുള്ള പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ അതിനെ രൂക്ഷമായ രീതിയിൽ അടിച്ചമർത്താനും വളരെ ക്രൂരമായി നടുറോട്ടിലിട്ട് തല്ലിച്ചതയ്ക്കാനും യാതൊരു മടിയുമില്ലാതെ ആയിരിക്കുകയാണ് നമ്മുടെ സർക്കാരിനെ. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നവകേരള ബസിന് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചതിനെതിരെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വളരെ രൂക്ഷമായി തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. വഴിയരികിൽ സമാധാനപരമായി നിന്ന് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സഫാരി സ്യൂട്ടിട്ട പോലീസ് ക്രിമിനലുകളും കൂടി മാരകായുധം പോലുള്ള വലിയ വടി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. വിദ്യാർത്ഥികളായ 2 പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ചത്. പോലീസിൽ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയാണ് മുഖ്യമന്ത്രി കൂടെ കൊണ്ടു നടക്കുന്നത്. സർജറി കഴിഞ്ഞു നിന്ന ഒരു മാധ്യമ പ്രവർത്തകനെ യാതൊരു പ്രകോപനവുമില്ലാതെ കഴിഞ്ഞ ദിവസം കഴുത്തിന് കുത്തിപ്പിടിച്ച് ആക്രമിച്ചില്ലേ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ. ആ ഒരു കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. കല്ലിയൂർ സ്വദേശി അനിൽ എന്ന അതേ ക്രിമിനൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികളെയും ആക്രമിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇയാൾക്കൊപ്പം തിരുവനന്തപുരം സ്വദേശി സന്ദീപ്, ബാക്കിയുള്ള സഫാരി സ്യൂട്ടിട്ട ക്രിമിനലുകൾ, ഇവരെയെല്ലാം ഞങ്ങൾക്കറിയാം. എല്ലാവരുടെയും ക്രിമിനൽ പശ്ചാത്തലവും ഞങ്ങൾക്കറിയാം. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ഞങ്ങളും ജീവൻ രക്ഷാ പ്രവർത്തനം ആരംഭിക്കും. മുഖ്യമന്ത്രി ഇവരെ പരസ്യമായി സംരക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഇന്നലെ എന്ത് വീഴ്ചയാണ് ഉണ്ടായതും എന്ന് വി.ഡി. സതീശൻ എടുത്തു ചോദിക്കുന്നുണ്ട്. ഗവർണറുടെ വാഹനം SFI-ക്കാർ തടഞ്ഞു നിർത്തി അതിന് കേടുപാടുണ്ടാക്കി. ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്നവർക്ക് നേരെയാണ് ഈ ക്രിമിനലുകൾ വന്ന വൃത്തികേട് മുഴുവൻ കാണിച്ചത്. അതിനുശേഷം KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ വീട് ആക്രമിച്ചു. സർജറി കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ഉപദ്രവിച്ചു. വീട് മുഴുവൻ തല്ലിപ്പൊളിച്ചു. മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് മുഖ്യമന്ത്രിയെയാണ്. ജനങ്ങളുടെ പൈസയ്ക്ക് നവകേരള സദസ്സ് നടത്തി രാഷ്ട്രീയം പറയുന്ന ഈ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുകയാണ്. ഏറ്റവും വെറുക്കപ്പെടുന്ന ജനങ്ങൾ ആട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയന് പടിയിറങ്ങേണ്ടി വരും. എന്തൊരു ധിക്കാരമാണിത്! എല്ലാവരെയും തല്ലി ഒതുക്കി മിടുക്കരായി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു. ആരാന്റെ മക്കളെ റോഡിലിട്ട് ഉപദ്രവിക്കുമ്പോൾ കണ്ട് സന്തോഷിക്കുന്ന സാഡിസ്റ്റാണ് ഇയാൾ. ഞങ്ങൾ വിചാരിച്ചാൽ ഈ ക്രിമിനൽ പോലീസുകാരൊന്നും അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അതിന് തന്റെ ഇടമുള്ള കോൺഗ്രസുകാർ നാട്ടിലുണ്ട്. ഞങ്ങളുടെ മര്യാദയുടെ അതിർവരുമ്പുകളെല്ലാം തകർത്തിരിക്കുകയാണ്. മഹാരാജാവാണെന്നാണ് ഇയാളുടെ ധാരണ. ഇയാൾ എഴുന്നള്ളുമ്പോൾ വഴിയിൽ ആരും പാടില്ല. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള മന്ത്രിമാർ ശ്രദ്ധിക്കണം, ഏതോ മരുന്ന് കഴിക്കാൻ മറക്കുന്നുണ്ട്, അതാണ് ഇങ്ങനെ തോന്നിവാസം പറയുന്നത്. ആ മരുന്ന് കൊടുത്ത് നാട്ടുകാരെ രക്ഷിക്കണം. ബാക്കി എല്ലാവരുടെയും സമനില തെറ്റിയെന്നാണ് അയാൾ പറയുന്നത്. സംയമനം പാലിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ഇതിലപ്പുറം പോകാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന് ശേഷം വി.ഡി. സതീശൻ പ്രതികരിച്ചത്. വി.ഡി. സതീശൻ മാത്രമല്ല, ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൂടി പ്രതിഷേധിച്ച 2 പേരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. സാധാരണയായിട്ടുള്ള ഒരു പാർട്ടിയിലും ഇല്ലാത്തവരടക്കം ഇത്തരത്തിലുള്ള ഒരു നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇതിനോടകം ഉയർത്തിക്കാട്ടിക്കൊണ്ട് രംഗത്ത് വരുന്നത്.